നമസ്കാരം. കേരള മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച കോട്ടയത്തെ കച്ചേരിക്കടവ് ബോട്ട് ജെട്ടിയുടെ അവസ്ഥ ഇതാണ്. പുതിയ ബോട്ട് ജെട്ടി കോടിമതിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പഴയ ബോട്ട് ജെട്ടി ടൂറിസത്തിനായിട്ടാണ് നവീകരിച്ചത്. എന്നാൽ നഗരത്തിലെ എല്ലാ അഴുക്കുചാലുകളും ഈ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. ഇതൊരു സംഗമവേദിയായി മാറുന്നു. തികച്ചും തിരക്കേറിയ നഗരമാണ് കോട്ടയം. പ്രദേശവാസികൾക്കും സമീപ പ്രദേശത്തുള്ളവർക്കും സായാഹ്നങ്ങളിൽ ഒത്തുകൂടാൻ ഒരു വേദി എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പഴയ ബോട്ട് ജെട്ടി നവീകരിച്ചത്. എന്നാൽ ബോട്ട് ജെട്ടിയുടെ അവസ്ഥ ഇതാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ജലഗതാഗതത്തിനായി കോട്ടയം കച്ചേരിക്കടവിൽ സ്ഥാപിച്ച ബോട്ട് ജെട്ടിയാണ് കച്ചേരിക്കടവ് ബോട്ട് ജെട്ടി. രാജമുദ്ര ഇപ്പോഴും ഇവിടെ കാണാം. പുതിയ ബോട്ട് ജെട്ടി കോടിമതിൽ സ്ഥാപിച്ചപ്പോൾ 2015 ജനുവരി 12 മുൻ വനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം കച്ചേരിക്കടവിലുള്ള പഴയ ബോട്ട് ജെട്ടി നവീകരിച്ച് കച്ചേരിക്കടവ് വാട്ടർ ഹബ്ബായി ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികൾക്കും സമീപ പ്രദേശങ്ങളിൽ നിന്ന് കോട്ടയത്തെത്തുന്നവർക്കും നഗരത്തിൽ വിശ്രമത്തിനായി ഒരിടം. ഇവിടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള മിനി പാർക്കുമുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തിലെ എല്ലാ അഴുക്കുചാലുകളും ഈ കടവിലേക്കാണ് തുറന്നിരിക്കുന്നത്. കൂടാതെ ചിലർ ദിവസവും മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കോട്ടയം ടൗണിന്റെ മുഖമുദ്രയായ കച്ചേരിക്കടവ് ബോട്ട് ജെട്ടി 2015 നവീകരിച്ച് അവിടെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർക്ക് ഇരിക്കാനും ഒന്ന് കാറ്റ് കൊള്ളാനും അതൊരു നല്ലൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബോട്ട് ജെട്ടി ഇപ്പം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം വെച്ചാൽ അവിടെ ഈ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ഫോട്ടോ സഹിതം വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്തക്കകത്ത് രണ്ടുപേര് അവിടെ ഒരാളിരുന്നു വായിക്കുന്നു, ഒരാൾ അവിടെ ചാരിയിരുന്നു ഉറങ്ങുന്നു. അപ്പൊ ആ സമയത്തും അതിനകത്ത് 2 പട്ടികൾ കയറി കിടക്കുന്ന ഒരു പടമൊക്കെ വെച്ചുള്ള ഒരു വാർത്തയായിരുന്നു. അപ്പൊ അതൊന്ന് നവീകരിച്ച് പണ്ട് രാജഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു ബോട്ട് ജെട്ടിയായിരുന്നു. അന്ന് ബോട്ട് സർവീസ് അവിടെ നിന്ന് ഉള്ളതായിരുന്നു. അതൊക്കെ പിന്നീട് മാറി. എങ്കിലും അതിപ്പോഴും ഒരു നല്ല ഒരു എല്ലാവർക്കും വിശ്രമിക്കാനും ഒരു മാനസികോല്ലാസത്തിനുള്ള ആ ഒരു സംഭവം ഇപ്പം മാലിന്യങ്ങൾ കൊണ്ടിട്ട് ഈ പട്ടികളും കയറി ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന് നഗരസഭ ഒരു നല്ല തീരുമാനമെടുത്ത് അതിനൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ ഇവിടെ വിശ്രമത്തിനായി ആരും വരാതെയായി. വൃത്തിഹീനമായ ചുറ്റുപാടുകളും ദുർഗന്ധവും മനുഷ്യരെ ഇവിടെ നിന്ന് അകറ്റുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇതിന് ദുർഗന്ധം വമിക്കുന്ന ഈ പഴയ ബോട്ട് ജെട്ടിയിൽ ഇരുന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ പഠന കാര്യങ്ങൾ നടത്തുന്നത്. ഇതോടെ ഇന്നത്തെ കേരള മലയാളിയുടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി തിരികെ എത്തുന്നവരെ ഏവർക്കും നമസ്കാരം. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം.